ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ലിസാനുൽ ഖുർആനിലെ 4-ാമത്തെ പാഠമാണ് ഇന്നെടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. നാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അതിൽ വരുന്ന കുറേ വാക്കുകൾ അറബിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ഇതിലൊരു ചിത്രം കണ്ടില്ലേ? 2 കുട്ടികളുണ്ട്. അവർ കുറേ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുകയാണ്. അവർ 2 പേരും തമ്മിലുള്ള സംഭാഷണമാണ് ഈ പാഠത്തിൽ താഴെ കാണുന്നത്, ചിത്രത്തിന് താഴെ കാണുന്നത്. ആദ്യം നമുക്ക് ഇതൊന്ന് വായിച്ച് അർത്ഥം പറയാം, എന്നിട്ട് നമുക്ക് വിശദീകരിക്കാം. സാലിമുൻ വ ഷാക്കിറുൻ അഖവാനി ഹുമാ യതഹാദസാനി. സാലിമുൻ വ ഷാക്കിറുൻ, സാലിമുൻ ഷാക്കിറും അഖവാനി സഹോദരങ്ങളാണ്. ഹുമാ യതഹാദസാനി, അവർ 2 പേരും സംസാരിക്കുകയാണ്. ഷാക്കിറുൻ, ഷാക്കിർ പറഞ്ഞു, മാതാ നഫ്അലുൽ യൗം, ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുക? സാലിമ പറഞ്ഞു, നൽഅബു ബികുറത്തിൽ ഖദം, നമുക്ക് ഫുട്ബോൾ കളിക്കാം. മാ റഅയുക്, എന്താണ് നിൻ്റെ അഭിപ്രായം? ഷാക്കിർ പറഞ്ഞു, നഅം, അതെ. ലാക്കിൻ ഐനൽ ഖുറത്തു, പക്ഷേ എവിടെയാണ് പന്ത്? സാലിമൻ പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല. മാദാ സനഫ്അലു, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഷാക്കിർ പറഞ്ഞു, ഹൽ തുഹിബ്ബു ലുഅബത്തൻ അലൽ ഇൻ്റർനെറ്റ്, നിനക്ക് ഓൺലൈൻ ഗെയിം കളിക്കാൻ ഇഷ്ടമാണോ? അപ്പോൾ അടുത്ത പേജിൽ നോക്കൂ. സാലിമ പറഞ്ഞു, ലാ, ഇല്ല. ലാ ഉഹിബ്ബുഹ, ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. ഷാക്കിർ പറഞ്ഞു, ഹൽ തുഹിബ്ബു ഇത്ആമ തുയൂർ, നിനക്ക് പക്ഷികൾക്ക് തീറ്റ കൊടുക്കാൻ ഇഷ്ടമാണോ? സാലിമ പറഞ്ഞു, നഅം നഅം, അതെ അതെ. ഹാദിഹി ഫിക്റത്തുൻ റായിയ, ഇത് നല്ലൊരു ആശയമാണ്, നല്ലൊരു ചിന്തയാണല്ലോ. കൈഫ നുത്ഇമു, എങ്ങനെയാണ് നമ്മൾ തീറ്റ കൊടുക്കുക? ഷാക്കിർ പറഞ്ഞു, നൻശുർ റുസ്സ അലൽ അർദി, നമുക്ക് അരി നിലത്തിടാം. ഫതഅതി തുയൂർ, അപ്പോൾ പക്ഷികൾ വരും. സാലിം പറഞ്ഞു, മയഅതി ബിർറുസ്സ്, ആരാണ് അരി കൊണ്ടുവരിക? ഷാക്കിർ പറഞ്ഞു, ഹയ്യാ നഅതി ബിഹി മഅൻ വനുത്ഇമുഹ, നമുക്ക് ഒരുമിച്ച് കൊണ്ടുവന്ന് അതിന് ഭക്ഷിപ്പിക്കാം, തീറ്റ കൊടുക്കാം. ഇതിൽ നിങ്ങൾ ഒരുപാട് വാക്കുകൾ കണ്ടു, ചുവപ്പ് നിറത്തിലുള്ള ഒരുപാട് വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതെ, ഒന്നാമത്തെ മാതാ, അവിടെ എന്താണ് നമ്മൾ അർത്ഥം പറഞ്ഞത്? എന്താണെന്ന്. മാതാ നഫ്അലു, എന്താണ് നമ്മൾ ചെയ്യുക. അപ്പോൾ മാതാ എന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ്. അപ്പോൾ സാലിം പറഞ്ഞത്, മാ റഅയുക്, നിൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം എന്താണ്. അപ്പോൾ അവിടെയും മാ എന്നതിനൊക്കെ അർത്ഥം പറഞ്ഞത് എന്താണ് എന്നൊക്കെയാണ്. അപ്പോൾ ഷാക്കിർ മറുപടി പറഞ്ഞത്, നമുക്ക് ഫുട്ബോൾ കളിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഷാക്കിർ പറഞ്ഞു, അതെ. നഅം, അതിനുപയോഗിച്ച വാക്കാണ് നഅം എന്ന്. അപ്പോൾ നഅം എന്ന് പറഞ്ഞാൽ അതെ എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അടുത്ത് പറഞ്ഞ ഐന, ഐനൽ ഖുറത്തു, എവിടെ, പന്ത് എവിടെ. അപ്പോൾ ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്തത് സാലിം എന്ന് പറഞ്ഞാൽ ലാ അദ്രി, എനിക്ക് അറിയില്ല. അപ്പോൾ ലാ എന്താണ്? ഇല്ല എന്നുള്ള അർത്ഥത്തിനേക്കാണ്. ഇനി മാതാ, മുകളിൽ പറഞ്ഞത് അതേ അർത്ഥം തന്നെ ഇവിടെ. മാതാ, എന്താണ്. ഈ ഷാക്കിർ, ഹൽ തുഹിബ്ബു, നിനക്ക് ഇഷ്ടമാണോ? ഇഷ്ടം. അപ്പോൾ ഹൽ എന്നാണ്, ആണോ ഉണ്ടോ എന്നൊക്കെ അർത്ഥത്തിനേക്കാണ് ഹൽ ഉപയോഗിക്കുക. ഇനി അപ്പുറത്തെ പേജിൽ കണ്ടില്ലേ മുകളിൽ, ലാ, എന്താ, ഇല്ല എന്നുള്ള അർത്ഥം. ഷാക്കിറുൻ ഹൽ തുഹിബ്ബു, അല്ലേ. ഇനി ഹൽ എന്ന് പറഞ്ഞാൽ ഉണ്ടോ ആണോ എന്നൊക്കെ അർത്ഥമാണ്. സാലിം എന്ന് പറഞ്ഞു, നഅം നഅം, അതെ അതെ. അപ്പോൾ നഅം എന്ന് പറഞ്ഞാൽ അതെ എന്നാണ് അർത്ഥം. പിന്നെ കൈഫ നുത്ഇമു, എങ്ങനെ നമ്മൾ ഭക്ഷണം നൽകും. അപ്പോൾ കൈഫ എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെ എന്ന അർത്ഥം. ഇനി മൻ യഅതി ബിർറുസ്, ആരാണ് അരി കൊണ്ടുവരിക. അപ്പോൾ മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ്, ആരാണ് എന്നൊക്കെ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരുപാട് പുതിയ നമ്മുടെ സംസാരത്തിലേക്കും കടന്നു വരുന്ന വാക്കുകളാണ് ഇതൊക്കെയും. അപ്പോൾ ഇതൊക്കെയും എങ്ങനെയാണ് അറബിയിൽ ഉപയോഗിക്കുക എന്ന് മനസ്സിലായോ? ഇതിൻ്റെയൊക്കെ അർത്ഥവും നന്നായി പഠിക്കണം എല്ലാവരും. ഇനി ഈ പാഠത്തിൽ ഇതുവരെ പറഞ്ഞതിലുള്ള
ആ ചുവപ്പ് നിറത്തിലുള്ള വാക്കുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് വായിക്കാം. എന്താ നഖറഉ, നമുക്ക് വായിക്കാം. നഖറഉ, നമുക്ക് വായിക്കാം. എന്തൊക്കെ ഇതിൽ കൊടുത്തിട്ടുള്ളത്? മാതാ എന്നുണ്ടല്ലേ. മാതാ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? എന്താണ് എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് അർത്ഥം. പിന്നെ നഅം, അതിൻ്റെ അർത്ഥം എന്താ? അതെ. പിന്നെ എന്താ? അതിൻ്റെ അർത്ഥം എന്താ? എവിടെ. പിന്നെ ലാ എന്നതിൻ്റെ അർത്ഥം എന്താ? ഇല്ല. ഹൽ എന്നതിൻ്റെ അർത്ഥം എന്താ? ആണോ ഉണ്ടോ എന്നൊക്കെ. കൈഫ, എങ്ങനെ. മൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആര് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ഇനി നമുക്ക് കുറച്ച് വർക്കുകൾ ചെയ്യാം. എന്തൊക്കെ ചെയ്യാനുള്ളത്? നസ്അലു വനുജീബു ജവാബൻ ആഖറ കമാ ഫിൽ മിസാൽ. നസ്അലു, നമുക്ക് ചോദിക്കാം. അപ്പോൾ കുറേ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. വനുജീബു, അതിന് മറുപടിയും പറയാം. ജവാബൻ ആഖറ, മറ്റൊരു മറുപടി. കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ ഉള്ളതുപോലെ. ഇപ്പോൾ ഇവിടെ ഉദാഹരണമായിട്ട് കുറേ മറുപടികൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ചോദ്യങ്ങൾക്ക് മറ്റൊരു മറുപടി എന്ത് ചെയ്യണം? ഇവിടെ എഴുതി കൊടുക്കണം. നമുക്ക് എന്തൊക്കെ നോക്കാം. മസ് മുക്കാന്ന ഒന്നാമത്തെ ചോദ്യം. അതിനർത്ഥം എന്താ? മാ, നിങ്ങൾ മുമ്പ് പഠിച്ചില്ല എന്താ? മാ എന്ന് പറഞ്ഞാൽ എന്ത്? മസ് മുക്ക, നിൻ്റെ പേരെന്താണ്? അപ്പോൾ എന്താ അതിന് മറുപടി പറയുക? ഇതിൽ പാഠത്തിൽ കൊടുത്തിട്ടുള്ളത് ഇസ്മി സുഫ്വാനും, എൻ്റെ പേര് സുഫ്വാനാണ്. അതിൻ്റെ മറ്റൊരു മറുപടി എന്താണ്? ഇസ്മി ആദിലുൻ, എൻ്റെ പേര് ആദിലി എന്നാണ്. ഇതുപോലെ നിങ്ങൾക്കൊക്കെ ചോദിക്കാം. എന്ത് പറയും? അപ്പോൾ നിങ്ങളോട് ഇതുപോലെ ചോദിച്ചാൽ എന്ത് പറയണം? നിങ്ങളുടെ പേര് പറയണം. അപ്പോൾ നിങ്ങളുടെ പേര് ഫാത്തിമയാണെങ്കിൽ ഇസ്മി ഫാത്തിമ എന്ന് പറയണം. നിങ്ങളുടെ പേര് അനസ് എന്നാണെങ്കിൽ ഇസ്മി അനസ് എന്ന് പറയണം. അപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ പേര് അതാണ് പറയേണ്ടത്. അപ്പോൾ മസ്മുക്ക, നിൻ്റെ പേരെന്താണ്? ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? മാതാ ഫിയദിക, നിൻ്റെ കയ്യിൽ എന്താണ്? നിൻ്റെ കയ്യിൽ എന്താണ്? മാതാ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ അതിന് മറുപടി പറഞ്ഞെന്താ? ഫിയദി കിതാബി, എൻ്റെ കയ്യിൽ എൻ്റെ കിതാബാണ്, എൻ്റെ പുസ്തകമാണ്. ഇനി മറ്റൊരു മറുപടി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പറയാം. അപ്പോൾ നിൻ്റെ കയ്യിൽ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ പേനയാണ് എന്ന് പറയാം. വേറൊരു തരായല്ലോ. അപ്പോൾ അതെങ്ങനെ അറബിയിൽ പറയാം? ഫി യദി ഖലമി, എൻ്റെ കയ്യിൽ എൻ്റെ പേനയാണ്. ഇനി മൂന്നാമത്തെ നോക്കൂ. ഐന മദ്റസത്തുക്കി. ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നാ. ഐന എവിടെ. ഐന മദ്റസത്തുക്കി, നിൻ്റെ മദ്രസ എവിടെയാണ്? ഐന മദ്റസത്തുക്കി, നിൻ്റെ മദ്രസ എവിടെയാണ്? അപ്പോൾ ഇതിലെന്താ കൊടുത്തിട്ടുള്ളത്? മദ്രസത്തി ഫിൽ മദീന, എൻ്റെ മദ്രസ മദീനയിലാണ്, ടൗണിലാണ്. ഇനി ഇതുപോലെ മറ്റൊരു മറുപടി ഇവിടെ എഴുതണം. എന്തായിരിക്കും? എൻ്റെ മദ്രസ ഗ്രാമത്തിലാണ് എന്ന് എഴുതാൻ പറ്റുമല്ലോ അല്ലേ. അപ്പോൾ എന്ന് മറുപടി പറയാം. അപ്പോൾ അതിൻ്റെ മദ്രസക്ക് നിൻ്റെ മദ്രസ എവിടെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ മദ്രസ ഗ്രാമത്തിലാണെന്ന് മറുപടി പറയാലോ. അപ്പോൾ ഇവിടെ അത് എന്ത് ചെയ്യണം? അറബിയിൽ എഴുതണം. അപ്പോൾ മദ്രസത്തി ഫിൽ ഖറിയത്തി, എൻ്റെ മദ്രസ ഗ്രാമത്തിലാണ്. ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ. ഹൽ തുഹിബുൽ ഖിറാഅത, നീ ഖിറാഅത്ത് വായന ഇഷ്ടപ്പെടുന്നുണ്ടോ? വായിക്കാൻ നിനക്ക് ഇഷ്ടമാണോ എന്ന്. അപ്പോൾ ഹൽ ആണോ ഉണ്ടോ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇവിടെ എന്താ മറുപടി പറഞ്ഞത്? നഅം. നഅം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതെ. അപ്പോൾ എനിക്ക് ഉഹിബുൽ ഖിറാഅ, ഞാൻ വായന ഇഷ്ടപ്പെടുന്നു. ഇനി ഇതുപോലെ മറ്റൊരു മറുപടി നമുക്ക് പറയാം. അപ്പോൾ ആണോ ഉണ്ടോ എന്ന് കുറിച്ച് രണ്ട് മറുപടി നമുക്ക് പറയാൻ കഴിയും. ഒന്നെങ്കിൽ ഉണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഇവിടെ എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ട്? ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി മറ്റൊരു മറുപടി ഇല്ല എന്ന് പറഞ്ഞോളൂ. അപ്പോൾ നിനക്ക് വായന ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എനിക്ക് വായന ഇഷ്ടമില്ല. അപ്പോൾ എങ്ങനെ അത് അറബിയിൽ എഴുതുക? ലാ. ലാ എന്ന് പറഞ്ഞാൽ ഇല്ല. കണ്ടില്ല, മുകളിൽ ലാ എഴുതിയില്ല. ലാ, ഇല്ല. അപ്പം ലാ ഉഹിബുൽ ഖിറാഅത്ത, എനിക്ക് വായിക്കാൻ ഇഷ്ടമില്ല. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. ഹൽ ഇൻദക ദറാജത്തുൻ, നിൻ്റെ അടുത്ത് സൈക്കിൾ ഉണ്ടോ? അപ്പോൾ എന്താ മറുപടി പറഞ്ഞത്? ലാ, ഇല്ല എന്നാണ് പറഞ്ഞത്. ലൈസ ഇൻദി ദറാജത്തുൻ. അപ്പോൾ സൈക്കിൾ ഉള്ളവരെന്ത് പറയും? ഉണ്ട്, എൻ്റെ അടുത്ത് സൈക്കിൾ ഉണ്ട്. അതെങ്ങനെ അറബിയിൽ എഴുതുക? നഅം എന്നുള്ളത്. എന്താണ് ഉണ്ട് എന്ന്? എനിക്ക് നഅം എന്ന്. അപ്പോൾ നഅം ഇൻദി ദറാജത്തുൻ, എൻ്റെ അടുക്കൽ സൈക്കിളുണ്ട്. ഇനി കൈഫ ഹാലുക്കി, എന്തൊക്കെ നിൻ്റെ വർത്താനം എന്നാ അല്ലേ. അതിനെന്താ പറയുക? അൽഹംദുലില്ലാ അബി, അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനേക്കാണ് അല്ലേ. അന ബിഖർ, നല്ലത് തന്നെയാണ്, എനിക്ക് നല്ലത് തന്നെയാണെന്ന് പറഞ്ഞു. ഇനി മറ്റു മറുപടി പറയാം. കൈഫ ഹാലുക്കി എന്ന് പറഞ്ഞാൽ നിൻ്റെ അവസ്ഥ അൽഹംദുലില്ലാ സൈൻ എന്ന് പറഞ്ഞൂടെ? അത് പറയാം. ഇനി ആറാമത്തെ നോക്കൂ. ഏഴാമത്തത് മൻ മഅക, നിൻ്റെ കൂടെ ആരാണെന്ന്. മൻ, ആര് എന്നാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പോൾ മൻ മഅക, നിൻ്റെ കൂടെ ആരാണ്? അപ്പോൾ അതിനെന്താ മറുപടി ഇതിൽ പറഞ്ഞിട്ടുള്ളത്? മഈ അഖി അൽ കബീർ, എൻ്റെ കൂടെ എൻ്റെ വലിയ സഹോദരനാണുള്ളത്. ഇതുപോലെ നിങ്ങളോട് ചോദിച്ച വേറൊരു മറുപടി പറയാലോ. എന്ത് പറയാം? മഈ, എൻ്റെ കൂടെ, അഖി അസ് സഗീർ, എൻ്റെ കൂടെ എൻ്റെ ചെറിയ സഹോദരനാണ്. മനസ്സിലായോ?
ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.